ഏത് നിഅമത്തുകൾ നമുക്ക് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു നിഅമത്തും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിൽ വിനിയോഗിക്കരുത്. നമ്മളെ മൊബൈൽ ഫോൺ അള്ളാഹു തരുന്ന നിഅമത്താണ്. അവൻ തന്ന കാശുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സ്വകാര്യതകളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണും കേൾക്കും ചെയ്യുന്നുണ്ടെങ്കിലോ കടുത്ത കുഫറാണ് നമ്മൾ ആ ചെയ്യുന്നത്. അഥവാ സത്യനിഷേധം എന്ന് പറഞ്ഞാൽ നന്ദികേടാണ് കാണിക്കുന്നത്. അള്ളാഹു നൽകിയ പണം അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിലേക്ക് വിനിയോഗിക്കുക. അള്ളാഹ് തന്ന കണ്ണ്, കാത്, അള്ളാഹ് തന്ന ആരോഗ്യം, ഒഴിവ് സമയം എല്ലാം അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതിലേക്ക് ഉപയോഗിക്കുക. അതൊക്കെ ശുക്രിന് പകരമുള്ള കുഫറുകളാണ്. കുഫറുണ്ടായാൽ എന്താണ്? വമൻ കഫറ, ആരെങ്കിലും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഫഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഗനിയാണ്, കരീമാണ്. ഗനിയുൻ, അവൻ ഐശ്വര്യവാനാണ്, അവൻ സമ്പന്നനാണ്, അവന് നമ്മുടെ ശുക്രൊന്നും ആവശ്യമില്ല. അള്ളാഹ്ക്ക് നമ്മളാരും ശുക്ർ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് വല്ലതും കുറയോ? ഒന്നും കുറയൂല. അവൻ ധന്യനാണ്, കരീം, അവൻ ഉദാരനാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഇഞ്ഞി കൊടുക്കുക. അപ്പം നമ്മളുടെയൊക്കെ ശുക്ർ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹിൻ്റെ ആ കരീം എന്ന് പറയുന്ന അവൻ്റെ പ്രത്യേകമായ ഔദാര്യത്തിന് ഒരു കോട്ടവും ഒരു ന്യൂനതയും സംഭവിക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ. ഓ അടിമകളെ, നിങ്ങളിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ, ശരിക്ക് ചിന്തിക്കുക, മനുഷ്യന്റെ ആരംഭം തൊട്ട് മനുഷ്യന്റെ അവസാനം വരെയുള്ള മെമ്പർമാർ, വഇൻസക്കും വജിന്നക്കും, മനുഷ്യരെ മാത്രല്ല നിങ്ങളിലെ മനുഷ്യവർഗവും നിങ്ങളുടെ ഭൂതവർഗവും, കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുത്തഖിയായ ഒരാളുടെ ഹൃദയത്തെ പോലെയാ അവരെല്ലാവരും കൂടെ എനിക്ക് വഴിപ്പെട്ട് ജീവിച്ചാലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, അതൊന്നും എൻ്റെ അധികാരത്തിൽ ഒരു വർധനവും വരുത്തൂല. ലോകത്തെ എല്ലാവരും കൂടെ ഏറ്റവും മുത്തഖീങ്ങളായാണ് ജീവിച്ചു. എൻ്റെ അധികാരം അതുകൊണ്ട് വല്ലതും കൂടെ എൻ്റെ മേന്മ വർദ്ധിക്കുക എന്തെങ്കിലും ചെയ്യോ? ഇല്ല. യാ ഇബാദി, ഇനി വീണ്ടും പറയണം, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ. മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ലോകത്തുള്ള ഏറ്റവും വലിയ കടുത്ത തെമ്മാടിയെ പോലെ ആയാലും, എന്നിട്ട് അവരെന്നോട് നന്ദികേട് കാണിച്ചാലും എൻ്റെ അധികാര പദവിയിൽ അതൊരൽപ്പം പോലും കമ്മി വരുത്തുകയുമില്ല. വീണ്ടും പറയണ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും മുഹ്സിഹാ ലക്കും സുമ്മ ഊഫീകും ഇയ്യാഹാ ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താ പറയുന്നത് അറിയോ? എൻ്റെ അടിമകളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയുള്ള കോടാനുകോടി മനുഷ്യഭൂതവർഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഒന്നും വിട്ടുപോകില്ല. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കും. ആ നാളിൽ ഫമൻ വജദ ഖൈറ, ആര് തൻ്റെ നന്മയുടെ റെക്കോർഡിൽ നന്മ കണ്ടോ, തൻ്റെ റെക്കോർഡിൽ ആർക്ക് നന്മകൾ കാണാൻ സാധിച്ചോ, ഫൽയഹ്മദില്ലാ, അവൻ അല്ലാഹുവിനെ എന്ത് ചെയ്യട്ടെ? സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക, അതല്ല തൻ്റെ റെക്കോർഡിൽ മുഴുവനും ശർറുകളാണ് കാണുന്നതെങ്കിലോ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, തന്നെയല്ലാതെ അവൻ ആക്ഷേപിക്കാതിരിക്കട്ടെ. തൻ്റെ കുറ്റാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മളിവിടെ ശുക്ർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിൽ നിന്ന് കുഫ്ർ വരുന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ നേട്ടവും കോട്ടമൊക്കെ ആർക്ക് തന്നെയാണ്? അവരവർക്ക് തന്നെയാണ്. അതുകൊണ്ട് അവരവരെ നന്നാവാൻ നോക്കുക, അവരവരുടെ ജീവിതത്തെ കൂടുതൽ ശുക്റുള്ള ജീവിതമാക്കി തീർക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായിക്കൊണ്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്.